ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബ്രദറിൻ്റെ വെഡ്ഡിംഗ് ആണ്. ഞങ്ങളെല്ലാവരും ആലപ്പുഴയിലാണുള്ളത്. അമ്പലപ്പുഴ ആമയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചിൻ്റെ സഹോദരിയുടെ വീട്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. രാവിലെ ഞങ്ങളെല്ലാവരും റെഡിയായി കരുമാടിയിലുള്ള തറവാട് വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ. ഞങ്ങൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി കല്യാണത്തിന് വേണ്ടിയിട്ട് പുറപ്പെടും. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ബ്രദറിന് പോകാൻ വേണ്ടിയിട്ടുള്ള കാറ് വെള്ള റോസാപ്പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് ഞങ്ങളുടെ മൂത്ത ബ്രദർ ജിത്തു ആണ്. ഇത് ജിത്തുവിൻ്റെ വൈഫ് അശ്വതിയാണ്. ഇതാണ് കല്യാണ ചെക്കൻ. അവൻ രാവിലെ റെഡി ആയിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട് ആള്. ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ്. അവൻ പിന്നെ ചേച്ചിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദക്ഷിണ തന്ന അനുഗ്രഹം വാങ്ങുന്ന രണ്ടാമത്തെ ആളാണ് നന്നു. ആദ്യമായിട്ട് എനിക്ക് ദക്ഷിണ തന്ന അനുഗ്രഹം വാങ്ങിച്ചത് ജിത്തു ആയിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞാനും സിസ്റ്ററും കൂടെ ചെറിയൊരു ഫോട്ടോ സെക്ഷനിലോട്ട് പോയി. ഉള്ളിൽ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ബ്രദറിൻ്റെ ഒഫീഷ്യൽ നെയിം രജിത്ത് എന്നാണ്. ഞങ്ങൾ അവനെ നന്നു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കൊച്ചിൻ്റെ ഫാമിലി വലിയ ഫാമിലി ആയത് കാരണം നന്നുവിന് ഒരുപാട് പേർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങേണ്ടതുണ്ട്. ഇത് നന്നുവിൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ്. നന്നു അങ്ങനെ എല്ലാവരുടെയും കൈ പിടിച്ച് താലി കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. താലികെട്ട് ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിൽ വെച്ചിട്ടാണ്. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്ര കൂളായിട്ടാണ് എൻ്റെ ബ്രദർ താലികെട്ടാൻ പോകുന്നത് കണ്ടോ. എൻ്റെ വീഡിയോസിനൊക്കെ അവൻ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ കരുമാടിയിൽ നിന്ന് പാർത്ഥസാരഥി അമ്പലത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കുട്ടനാട്ടിലെ പ്രകൃതി രമണീയമായ ഔട്ട്സൈഡ് വ്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ മുന്നിലെത്തി. നന്നുവിൻ്റെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണെന്നറിയാവോ, അവർ ഫോട്ടോഗ്രാഫറോട് അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റൈലും എങ്ങനെയാണ് വേണമെന്നുള്ളത്. നന്നു ഇവിടെ അതുപോലെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നന്നുവിനെയും ഞങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വധുവിൻ്റെ ഫാമിലി വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തെയും ഇവിടത്തെയും വിവാഹ ചടങ്ങുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇവിടെ നന്നുവിനൊരു പല കൊടുത്തതിന് ശേഷം അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാല് കഴുകി തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വധുവിൻ്റെ സഹോദരൻ പൊട്ടിട്ട് കൊടുത്ത് മാല ഇട്ട് കൊടുത്തതിന് ശേഷം ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അവനെ. ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിലെ വേറൊരു സ്പെഷ്യാലിറ്റി എന്നത് വള്ളംകളിയും വള്ളപ്പാട്ടും വള്ളസദ്യയുമാണ്. ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് വരനെ സ്വീകരിക്കുന്നത് വള്ളപ്പാട്ട് പാടിയിട്ടാണ് വരനെ സ്വീകരിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. വള്ളപ്പാട്ട് പാടുന്ന ആൾക്കാരാണ് ഇതാ അവിടെ നിൽക്കുന്നത്. അവരെ എല്ലാവരെയും തൊഴുത് വണങ്ങിയതിന് ശേഷം വള്ളപ്പാട്ട് പാടിയാണ് നന്നുവിനെ ഉള്ളിലോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. വള്ളപ്പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിച്ചു തരാം.
വെള്ളപ്പാട്ട് കേൾക്കാനും കാണാനും നല്ല രസമുണ്ടായിരുന്നു. നന്നുവിൻ്റെ വെഡ്ഡിങ്ങിന് വന്നത് കാരണം ഞങ്ങൾക്കത് കാണാനും കേൾക്കാനും ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ പാർത്ഥസാരഥി അമ്പലത്തിൽ ഭഗവാനെ ഒരു നോക്ക് കാണാനും അവിടുത്തെ മണ്ണി ചവിട്ടാനുള്ളൊരു ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടി. നന്നു മണ്ഡപത്തിൽ കയറി ഇരിക്കുന്നത് വരെ വെള്ളപ്പാട്ടുണ്ടായിരുന്നു. നന്നുവിൻ്റെ കല്യാണത്തിന് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് പുറകെ നിന്നായിരുന്നു ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അമ്പലത്തിൻ്റെ നേരെ നടക്കി തന്നെയാണ് കതിർമണ്ഡപം ഒരുക്കിയിട്ടുള്ളത്. നന്നു കതിർമണ്ഡപത്തിൽ കയറി ഭഗവാനെ തൊഴുതതിനു ശേഷം താലി കെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. മുഹൂർത്തത്തിന് ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. പാർത്ഥസാരഥി അമ്പലത്തിലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കുറച്ച് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും തിരക്കുണ്ടായിരുന്നു. അത് കാരണം ഒരു നോക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും മുഹൂർത്തം അടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഹൂർത്തത്തിൻ്റെ സമയമായി. ട്രിവാൻഡ്രം സൈഡും ഇവിടെയുള്ള വിവാഹ ചടങ്ങിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, താലികെട്ടി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം മാറ്റിയതിനു ശേഷം വധു കതിർ മണ്ഡപം ഒരു പ്രാവശ്യം ചുറ്റി വന്നതിന് ശേഷമാണ് വരൻ്റെ കയ്യിൽ നിന്ന് പുടവ സ്വീകരിക്കുന്നത്. പുടവ സ്വീകരിച്ചതിന് ശേഷം സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് കൊടുക്കുകയാണ് ബ്രദർ. എല്ലാം കഴിഞ്ഞതിന് ശേഷം വധുവിൻ്റെ അച്ഛൻ വരൻ്റെ കയ്യിൽ കൈ പിടിച്ച് കൊടുക്കുകയാണ്. കൈ പിടിച്ച് കൊടുത്തതിന് ശേഷം രണ്ടുപേരും കൂടി കതിർമണ്ഡപം ചുറ്റി വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ വധുവും വരനും ചുറ്റി വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വിളക്കായിട്ട് പോകുന്നുണ്ട്. കതിർമണ്ഡപം ചുറ്റി വന്നതിന് ശേഷം അവർ നേരെ ഭഗവാന്റെ നടയ്ക്ക് നിന്ന് തൊഴാനാണ് പോകുന്നത്.
താലികെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ ഓഡിറ്റോറിയത്തിലോട്ടാണ് വന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ പിക്ചറാണ് കേട്ടോ ഈ വച്ചിരിക്കുന്നത്. നന്നുവിൻ്റെയും നികിതയുടെയും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും AC ഉള്ള ഒരു വലിയൊരു ഹാളായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്പലത്തിൽ വരാത്ത ആൾക്കാരൊക്കെ പെണ്ണിനും ചെക്കനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ഭാരവാഹിയാണെന്ന് തോന്നുന്നു പെണ്ണും ചെക്കനും മണ്ഡപത്തിലോട്ട് എൻട്രി ചെയ്ത് വന്നപ്പോഴത്തേക്കും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ച് ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് നന്നുവിൻ്റെയും നികിതയുടെയും ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴത്തേക്കുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ വിളക്കൊക്കെ ഏന്തി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പാട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അവരുടെ ആ ഒരു എൻട്രി. രണ്ടുപേരും സ്റ്റേജിൽ കയറിയതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന വിളക്ക് കത്തിച്ച് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്ന ആ വീഡിയോ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി കേട്ടോ. പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എല്ലാവരും എണീറ്റ് നിന്നു. ഞാനും ഒരു കൊച്ചു കുഞ്ഞായിരുന്നു ഈശ്വര പ്രാർത്ഥന പാടിയത്. അതിങ്ങനെ ആസ്വദിച്ച് പ്രാർത്ഥിച്ച് നിന്നത് കാരണം ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള കാര്യം അതങ്ങ് മറന്നുപോയി. അവർ വീണ്ടും മാല എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഓഡിറ്റോറിയത്തിൽ കയറിയതിന് ശേഷം നികിതയുടെ അച്ഛൻ അവരുടെ കയ്യിൽ മാല എടുത്തു കൊടുക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെല്ലാവരുടെ മുന്നിലും വീണ്ടും മാല എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വധുവരന്മാർക്ക് അവരുടെ വിഷസുകളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സെക്ഷൻ, പിന്നെ മണ്ഡപത്തിൻ്റെ സൈഡിലായിട്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വയലിനും പിന്നെ ഗിറ്റാറും വെച്ചിട്ട് 2 പേര്. അടിപൊളിയായിരുന്നു അവരുടെ മ്യൂസിക്. ഇതും അവരുടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് പാർട്സ് ആയിരുന്നു. അവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കൊക്കെ ആസ്വദിച്ചും കണ്ടും ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് നന്നുവിൻ്റെയും നികിതയുടെയും എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് മുംബൈയിൽ വെച്ച് നടന്നത്. എൻഗേജ്മെൻറ്റിന് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. കൊച്ചിച്ചൻ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു തരികയാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. സദ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചെന്നൈ പോയതിന് ശേഷം സദ്യകളൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം സദ്യ പോലെ തന്നെയായിരുന്നു ഇവിടത്തെയും സദ്യ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അവിടെ ഇഞ്ചിക്കറി ആണെങ്കിൽ ഇവിടെ പുളി ഇഞ്ചി, അതുപോലെ തന്നെ ബോളിയും പാൽപ്പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത്, സൈഡ് ഡിഷസ് ഒക്കെ വീണ്ടും വീണ്ടും വിളമ്പുന്നുണ്ടായിരുന്നു നമുക്ക് തീരുന്നതനുസരിച്ചിട്ട്. അവിടെ ഒരു പ്രാവശ്യം ഇലയിട്ട് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ സൈഡ് ഡിഷത്ത് വിളമ്പത്തില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോഴും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ക്ലിക്സ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് കൊച്ചിച്ചൻ്റെ ഫുൾ ഫാമിലിയാണ്, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറി അവരെ രണ്ടുപേരെയും വിഷ് ചെയ്യാനും ഫോട്ടോസ് ക്ലിക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ. കൊച്ചിച്ചനും പിന്നെ ജിത്തുവും അശ്വതിയും ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കരുമാടിയിലോട്ട് പോന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് ചെന്നൈയിലോട്ട് തിരിച്ചു വരണമായിരുന്നു. പിന്നെ ഹറിബറി ആയിട്ടുള്ളൊരു റിട്ടേൺ ബാക്ക് ആയിരുന്നു. കല്യാണത്തിന് വന്നത് കാരണം എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനും അമ്പലത്തിലൊക്കെ പോകാനൊക്കെ പറ്റി. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളോടുകൂടിയാണ് തിരിച്ചു പോരുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.